ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇത് 2025 എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് ആഗ്രഹത്തോടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് വീഡിയോ. നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനിതേ സ്റ്റേജിലൊരു പെർഫോമൻസിന് വേണ്ടി കയറിയിരിക്കുകയാണ്. ഞങ്ങളുടെ തിരുവാതിരക്കളിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് അമ്പലത്തിൽ ഡെയിലി 15 ദിവസം പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊരു ദിവസം ഞങ്ങളുടെ പ്രോഗ്രാം, അപ്പോൾ ഞങ്ങളുടെ തിരുവാതിരക്കളിയാണ് കേട്ടോ ഇത്. അപ്പോൾ പാട്ട് മാത്രമായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ കാരണമാണ് ഞാൻ ഇതിൽ വോയിസ് ഓവറും കൂടെ കൊടുത്തിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പാട്ട് മാത്രമായിട്ട് പാട്ടും അതുപോലെ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറുമ്പോഴുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നെഞ്ചിങ്ങനെ എന്താ പറയുക, ഈ ചെണ്ടമേളം പറയുന്ന പോലെ ഇങ്ങനെ കിടന്ന് പടപടപടാന്നിടിക്കുകയായിരുന്നു. അത്രയും ടെൻഷൻ. എനിക്കറിയില്ല ഞാൻ എന്തോരം ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തതാണ്. ലളിതഗാനം, കവിത, അങ്ങനെയൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത ആളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. വിറച്ച് പേടിച്ച് എൻ്റെ ടെമ്പറേച്ചറൊക്കെ പെട്ടെന്ന് അങ്ങ് കൂടിപ്പോയി. ശബ്ദമൊന്നും കിട്ടുന്നില്ല, തൊണ്ടൊക്കെ വരണ്ടു പോവുക, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. എന്നാലും കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റി എന്നൊരു സമാധാനം കേട്ടോ. ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് ഉണ്ട് അച്ഛാന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ എൻ്റെ അച്ഛനാട്ടോ കൂടെ. എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനാണ് ഉണ്ടാവാറ്. അമ്മ വരും, പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒരു അച്ഛൻ്റെ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടോ. അമ്മ പ്രോഗ്രാമിന് വരും, പ്രോഗ്രാം കാണും ഒക്കെ ഉണ്ട്. പക്ഷേ അച്ഛനായിരുന്നു ഡ്രസ്സ് ചെയ്ത് തരാനും മേക്കപ്പ് ചെയ്ത് തരാനും, ഇന്ന സ്ഥലത്ത് പ്രോഗ്രാം, അവിടെ പ്രോഗ്രാം, എല്ലാത്തിനും അച്ഛനായിരുന്നു മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ സ്റ്റേജിലൊരു പെർഫോം ചെയ്യുന്നു എന്ന് അച്ഛന് കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അച്ഛൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര പ്രസൻ്റായിട്ട്, എന്താ അറിയില്ല, അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു അച്ഛൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാരും ചേട്ടത്തിയമ്മമാരും അവരുടെ മക്കളും ഭാര്യമാരും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സുബിനെ ഒരുപാടായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവളോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നേരത്തെ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. വീട്ടിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തറവാട്ടിൽ പാപ്പന്മാരോടും മേന്മാരോടും അങ്ങനെയൊന്നും എല്ലാവരോടും പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ എന്തായാലും അവരെല്ലാവരും വരും. അഥവാ ഞാൻ എങ്ങാൻ കുളമാക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വഷളാവില്ലേ. അപ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നി എല്ലാവരോടും പറയായിരുന്നു. കാരണം നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടാവില്ല, ഞാൻ നല്ലപോലെ കളിച്ചു, കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അടുത്ത എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ എല്ലാവരോടും പറയണം. അങ്ങനെ എൻ്റെ അച്ഛനും എൻ്റെ ബിന്ദുമേമ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. പക്ഷേ എനിക്ക് അമ്മയെ പോലെ തന്നെ ആയിട്ട് എൻ്റെ ബിന്ദുമേമ. അച്ഛനും ബിന്ദുമേമയാണ് എല്ലായിടത്തേക്കും വരിക. എനിക്ക് മുടി കെട്ടിത്തരാനും ഡ്രസ്സ് മാറ്റാനും എല്ലാത്തിനും അച്ഛനും ബിന്ദുമേമ ഉണ്ടായിരിക്കും. അമ്മ എല്ലാത്തിനും വരും കേട്ടോ, വരും. പക്ഷെ അമ്മ ബിന്ദുമേമ മുടി കെട്ടിത്തരണ്ടല്ലോ, അപ്പോൾ അമ്മ അങ്ങനെ ഒന്ന് പിറകിലേക്ക് നിൽക്കും. അമ്മയ്ക്ക് അറിയില്ല അങ്ങനെ ഒന്നും ചെയ്തു തരാൻ. അപ്പോൾ അമ്മ ഒന്ന് അങ്ങ് മാറി നിൽക്കും. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് ഞാനിങ്ങനെ കളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ പേര് ശ്രീഭദ്ര എന്നാണ്. ഈ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സും അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. അതുവരെ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങിക്കൂടിയ ഒരാൾ, വീട്ടിലെ കാര്യങ്ങൾ മാത്രം, വേറൊരു പുറത്തുള്ള അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചുരുക്കം ചില ഫ്രണ്ട്സുകളിനായിട്ട് മാത്രം കോണ്ടാക്റ്റ് ഉണ്ട്. അതും അവരൊക്കെ കണ്ടിട്ട് തന്നെ ഒരുപാടായി, അങ്ങനെ മാത്രം. ഇതിപ്പോൾ ഇങ്ങനെ തിരുവാതിരക്കളുടെ പ്രാക്ടീസിന് വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം, ഒരു നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ പറയാനും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ വീട്ടിലെ പണികളൊക്കെ വേഗം ഒരുക്കി വയ്ക്കും. പ്രാക്ടീസിന് പോകും, ഇവരെല്ലാവരും കാണും, ഇവരോട് വർത്താനം പറയും. പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ വീട്ടിൽ മാത്രം ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളുകളുണ്ടല്ലേ, പുറത്തൊന്നും ഇറങ്ങാത്ത ആളുകൾ, അവർക്കൊരു പക്ഷേ എൻ്റെ ഈ ഒരു ഫീലിങ്സ് മനസ്സിലാവും. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവുമോ എന്നറിയില്ല. ചിലർക്ക് വീട്ടിൽ തന്നെ ഒതുങ്ങിയും കൂടി ഇരിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. എനിക്കും വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും ശരി, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി നമുക്കൊരു കൂട്ടുകെട്ടൊക്കെ വേണ്ടേ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനൊരു തിരുവാതിരക്കളിക്ക് വന്നു ഈ എല്ലാ മെമ്പേഴ്സിനോടൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ആവാറുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാമിനുള്ള പ്രാക്ടീസൊക്കെ തുടങ്ങും. അപ്പോൾ വീണ്ടും ഞങ്ങളൊക്കെ ഒന്ന് ചേരും. ഈ ഒരു തിരുവാതിരക്കളി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ലീനേച്ചിയാണ് കേട്ടോ.
ലീനേച്ചീനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഏരോ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ലീനേച്ചി. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ തിരുവാതിരക്കളി ആദ്യമായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. പഠിക്കുന്ന കാലത്ത് തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടില്ലേ. ഇപ്പോൾ ഈ നമ്മൾ മൊബൈലിലൊക്കെയാണ് പാട്ട് വയ്ക്കുന്നത്. പക്ഷേ നമ്മൾ സ്കൂളിലൊക്കെ യുവജനോത്സവത്തിനൊക്കെ നമ്മൾ തന്നെ പാടണമല്ലോ. അങ്ങനെ പാടാൻ വേണ്ടി നിന്നിട്ടുണ്ട്. തിരുവാതിര ഞാൻ കളിച്ചിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് തിരുവാതിരക്കളി. പിന്നെ ഭരതനാട്യം, അതൊക്കെയായിരുന്നു. ഭരതനാട്യം, ലളിതഗാനം, കവിതാലാപനം, അതിനൊക്കെയായിരുന്നു കേട്ടോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തിരുവാതിരക്കളിക്ക് പാടാൻ വേണ്ടിയിട്ട്, ഒപ്പനയ്ക്ക് പാടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെയായിരുന്നു നിന്നിരുന്നത്. ആദ്യമായിട്ടാണ് ഈ തിരുവാതിരക്കളി കളിക്കുന്നത്. ഈ ഒരു തിരുവാതിരക്കളിക്ക് ഞങ്ങൾ 3 പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് സോങ്ങാണിത്. ഫസ്റ്റത്തെ നമ്മൾ ആ മംഗളം പറയുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊരു സോങ്. പിന്നെ മായാമനോഹരനെ എന്നുള്ള സോങ്ങും രണ്ടാമത്തെ സോങ്. പിന്നെ ഇപ്പോൾ കളിക്കുന്നത് കേട്ടോ. അങ്ങനെ 3 സോങ്ങാണ് ഞങ്ങളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂം സെറ്റും ഉണ്ടായിരുന്നു. തിരുവാതിരക്കളിക്ക് ഒന്നുകിൽ നമ്മൾ സെറ്റും ഉണ്ട്, അല്ലെങ്കിൽ സെറ്റ് സാരി, അതൊക്കെയാണല്ലോ ഉപയോഗിക്കുക. പിന്നെ എല്ലാവരും മുടി വട്ടക്കെട്ട് കെട്ടി, ബ്ലൗസ് എല്ലാവരും ഒരുപോലത്തെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് പാലക്കയുടെ മാലയായിരുന്നു കേട്ടോ. പാലക്കയുടെ മാലയും അഷ്ടലക്ഷ്മിയുടെ വളയും, അങ്ങനെയുള്ള വളയും അതുമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതും കൂടെ, ഈ ഒരു സോങ്ങോട് കൂടിയിട്ട് പിന്നെ തിരുവാതിരക്കളി കഴിഞ്ഞു കേട്ടോ. 2 തിരുവാതിരക്കളിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ ഒരു തിരുവാതിരയുടെ പോലെ തന്നെ ഒരു കോൽക്കളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നത്തെ ഞങ്ങളുടേതായിരുന്നു തിരുവാതിരക്കളി. ഈ ഫസ്റ്റ് ടൈമൊക്കെ സ്റ്റേജിൽ കയറുന്നവരുടെ അവസ്ഥ ഭയങ്കര തന്നെ കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടാവും. എനിക്ക് തൊണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു സ്റ്റേജ് ഫിയർ അങ്ങ് മാറിക്കിട്ടി. ഇനിയിപ്പോൾ അടുത്തൊരു പെർഫോമൻസൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലപോലെ കളിക്കാം, ഒരു പേടിയില്ലാതെ കളിക്കാം എന്നുള്ളൊരു ഉറപ്പ് മനസ്സിന് വന്നു തുടങ്ങി കേട്ടോ. ഇത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കയറിയതുകൊണ്ടായിരിക്കും. ഞാൻ കൂടാതെ വേറൊരു അശ്വതി കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ അവളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മുടിയൊക്കെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മുഖത്ത് അല്ലറ ചില്ലറ മേക്കപ്പൊക്കെ ചെയ്തു തന്നത് എൻ്റെ പെയറും എൻ്റെ കൂട്ടുകാരിയായുള്ള നീതുവാണ്. പിന്നെ എൻ്റെ സെറ്റ് മുണ്ടൊക്കെ എനിക്ക് കൊടുത്തു തന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളാണ് എനിക്ക് സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കേട്ടോ, എൻ്റെ പേര് അശ്വതി എന്നല്ലേ. ഞാൻ പഠിക്കുന്ന കാലം മുതലേ എൻ്റെ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറൊരു അശ്വതി കൂടെ ഉണ്ടായിരിക്കും. എവിടെ പോകുമ്പോഴും അങ്ങനെ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒരു അശ്വതി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലാതിരിക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ തിരുവാതിരക്കളിക്ക് വന്നപ്പോൾ ഇവിടെ ഒരു അശ്വതി ഉണ്ടായി. അപ്പോൾ എല്ലാവരും നല്ല നല്ല കമ്പനിയാണ് കേട്ടോ. അതാണ് എനിക്കിതിൽ ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യം. എല്ലാവരും നല്ല നല്ല കമ്പനിയായി അങ്ങനെ. ഇന്ന് പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും ചെറിയൊരു ട്രോഫിയൊക്കെ പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സന്തോഷം എത്രത്തോളാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനത് എപ്പോഴെപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കാൻ തോന്നരുത് കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കിട്ടുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. എന്നേക്കാൾ സന്തോഷം ഞാൻ കണ്ടത് എൻ്റെ അച്ഛൻ്റെ മുഖത്താണ് കേട്ടോ. കാരണം പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിലൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ എന്തിനും അച്ഛനാണ് മുൻകൈ എടുക്കുക. അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ട് ഓടാനും, സ്റ്റേജിന് എൻ്റെ ടൈമായി മോളെ സ്റ്റേജിൽ കയറ്റിട്ട് എല്ലാറ്റിനും എൻ്റെ അച്ഛനായിരുന്നു മുൻനിരയിൽ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൈസ് കിട്ടിയിട്ട് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്ത് അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അച്ഛൻ ഒരുപാട് സമയം ഇങ്ങനെ, ചെറിയൊരു പ്രൈസാണ് എന്നാലും ശരി, അച്ഛന് അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു നിമിഷം ആ ഒരു പഴയ കാലഘട്ടത്തേക്ക് പോകാൻ പറ്റിയതുപോലെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ലീനേച്ചറുടെ വീട്ടിൽ വന്നിട്ടാണ് മുടിയൊക്കെ കെട്ടുന്നത് കേട്ടോ. ആ സമയത്ത് സ്ലൈഡ് എവിടെ, പിന്നെ എവിടെ, അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുമ്പോൾ, പണ്ട് യുവജനോത്സവമൊക്കെ സ്കൂളിലൊക്കെ കലോത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ക്ലാസ് റൂമിലൊക്കെ ആവുമല്ലോ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, മുടി കെട്ടുകയൊക്കെ ചെയ്യുക. അപ്പോൾ അന്നത്തെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് ശരിക്ക് ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ആയപ്പോൾ ഞങ്ങൾ പലവരും പറഞ്ഞു, ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ പോയ പോലെ തോന്നുക. അങ്ങനെയൊക്കെ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. വർഷങ്ങളോളമായിട്ട് ഞാൻ കുളങ്കര അമ്പലത്തിൽ വരുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ ഈ സ്റ്റേജ് അന്നും ഇതുപോലെ എങ്ങനെ കാണും, അന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ഉത്സവം, അതുപോലെ നവരാത്രി, അന്നൊക്കെ ഇവിടെ നല്ല പ്രധാനമാണ്, നല്ല
ആഘോഷമാണ് ഇവിടെയൊക്കെ. അന്നൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ വരും, കണ്ടു നിൽക്കും ഒക്കെ ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേ ഒരു സ്റ്റേജിൽ ഞാനൊരു പെർഫോമൻസ് ആയിട്ട് വരും, എൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ പലവരും ഇവിടെ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, എനിക്ക് ഒന്നുകൂടെ പണ്ടൊക്കെ പെർഫോമൻസ് ചെയ്തതായിരുന്നല്ലോ, ഒന്നുകൂടെ എനിക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴായിട്ട് ആഗ്രഹിക്കാറുള്ളൊരു കാര്യമായിരുന്നു. അതെന്തായാലും സാധിച്ചു. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ തിരുവാതിരക്കളി കഴിഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ വർഷത്തെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.